നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക കൂടിക്കാഴ്ച. പ്രതിരോധ മന്ത്രിയും അജിത് ഡോവലും യോഗത്തിൽ. DGMOമാരുടെ സംയുക്ത വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 2:30. അതിർത്തിയിലെ പാക് പ്രകോപനത്തിന്റെ നേർക്കാഴ്ചകളുമായി ടീം ജനം. ആക്രമണം നടത്തിയ ജനവാസ മേഖലകളിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ജനം TV. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട 32 വിമാനത്താവളങ്ങൾ തുറക്കും. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ മുഖം തുറന്നുകാട്ടി ഭാരതം. ഓപ്പറേഷൻ സിന്ദൂറിൽ വധിച്ച ഭീകരന്റെ സംസ്കാരത്തിൽ പങ്കെടുത്ത പാക് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പരസ്യമാക്കി. പാകിസ്ഥാനിലെ ചാവേർ ആക്രമണത്തിൽ 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. സംഘർഷ ഭീതി ഒഴിഞ്ഞതോടെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്. സെൻസെക്സ് 2000 പോയിന്റ് ഉയർന്നു. നിഫ്റ്റിക്ക് 572 പോയിന്റ് നേട്ടം. KPCC നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് കൊടിക്കുന്നിൽ സുരേഷ്. ദളിതർക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് പരിഗണന നൽകണം. പ്രതികരണം: പുതിയ നേതൃത്വം ചുമതലയേറ്റതിനു പിന്നാലെ ടീം വർക്കാണ് മാനദണ്ഡമെന്ന് സണ്ണി ജോസഫ്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി ഉടൻ. വിധി പറയുക തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. പുടിനുമായി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറെന്ന യുക്രൈൻ പ്രസിഡന്റ്. കൂടിക്കാഴ്ച വ്യാഴാഴ്ച തുർക്കിയിലെ ഇസ്താംബൂളിൽ. ട്രംപിന്റെ ഇടപെടൽ നിർണായകം. രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലി. പ്രഖ്യാപനം സമൂഹമാധ്യമത്തിലൂടെ. അവസാനിച്ചത് 14 വർഷത്തെ ടെസ്റ്റ് കരിയർ. ജാഗ്രത കൈവിടാതെ ഭാരതം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ DGMO തല ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രതിരോധ തലത്തിൽ നിർണായക യോഗം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി, കര, വ്യോമ, നാവിക സേനാ മേധാവിമാരും പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേരുകയാണ്. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള DGMO തല ചർച്ച ഉടൻ നടക്കും. തുടർന്ന് 3 സേനാ വിഭാഗങ്ങളുടെയും DGMOമാർ ഉച്ചയ്ക്ക് 2:30 മാധ്യമങ്ങളെ കാണും. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, DGMOമാരുടെ ഓൺലൈൻ യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സംയുക്ത സേനാ മേധാവിയും 3 സേനകളുടെ മേധാവിമാരും ഈ യോഗത്തിൽ പങ്കെടുത്തു. DGMO യോഗത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, ഭാരതത്തിന്റെ സ്റ്റാൻഡ് എന്താക്കണമെന്നത് സംബന്ധിച്ചാണ് ഈ യോഗം പ്രധാനമായി തന്നെ വിലയിരുത്തിയത്. അതിനുശേഷം ഈ ഉന്നതതല യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന DGMO യോഗത്തിൽ ഭാരതത്തിന്റെ പ്രതിനിധികൾ പാകിസ്ഥാന് മുന്നിലേക്ക് നിലപാടുകൾ വിശദീകരിക്കുക. എന്തായാലും ഇന്ന് 2:30 സൈന്യത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന DGMO യോഗത്തിൽ ഭാരതം എടുത്ത നിലപാടുകളും ഒപ്പം പാകിസ്ഥാൻ ഈ യോഗത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഒരുപക്ഷെ ഈ നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ സൈന്യം വിശദീകരിക്കും എന്നാണ് കണക്കുകൂട്ടാൻ സാധിക്കുന്നത്. ഏതായാലും ശക്തമായ നിലപാട് ഇന്നത്തെ യോഗത്തിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് വെടിനിർത്തൽ
എന്നത് ഇരു രാജ്യങ്ങളും തമ്മിലൊരു ധാരണയിൽ ഉണ്ടായേക്കുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രത്യാക്രമണത്തിന് ഇനിയും ഭാരതം മടിക്കില്ല എന്ന സന്ദേശം കൃത്യമായി തന്നെ പാകിസ്ഥാനെ ഇതിനകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇക്കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി തന്നെ DGMO യോഗത്തിലും നമ്മുടെ സൈന്യം പറയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ആ വാർത്താ സമ്മേളനത്തിനകത്ത് ഇപ്പോൾ ഓൺലൈൻ മാർഗം നടന്നുകൊണ്ടിരിക്കുന്ന ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കും. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ വധിച്ച ലഷ്കർ ഭീകരൻ അബ്ദുൾ റൌഫിന്റെ സംസ്കാരത്തിൽ പങ്കെടുത്ത പാക് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പരസ്യമാക്കി ഭാരതം. US ട്രഷറി അബ്ദുൾ റൌഫിനെ നേരത്തെ അന്താരാഷ്ട്ര ഭീകരനായി മുദ്രകുത്തിയിരുന്നു. പാക് പഞ്ചാബിലെ പോലീസ് IG ഉൾപ്പെടെയാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഭാരതത്തിന്റെ നീക്കം. മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഭാരതത്തിൽ നടന്ന പല വിധ്വംസക പ്രവർത്തനങ്ങളുടെയും സൂത്രധാരിൽ ഒരാളായിരുന്നു അബ്ദുൾ റൌഫ്. ലഷ്കർ ആസ്ഥാനമായ മുറീക്കയിൽ ഭാരതം നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ഭീകരതയെ എത്രത്തോളം താലോലിക്കുന്നുവെന്ന് വ്യക്തമാകുന്നതാണ് കൊടും ഭീകരന്റെ സംസ്കാര ചടങ്ങ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. പാകിസ്ഥാൻ ആർമിയുടെ ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ, മേജർ ജനറൽ റാവു ഇമ്രാൻ, ബ്രിഗേഡിയർ മുഹമ്മദ് ഫുറാഖാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചാബ് പ്രവിശ്യയിലെ ലെജിസ്ലേറ്റർമാരായ ഉസ്മാൻ അൻവറും മാലിക് ഷൊഹീബും ചടങ്ങിന് എത്തിയിരുന്നു. പാകിസ്ഥാൻ ഭീകരാക്രമണത്തെ കയറ്റിയയക്കുന്ന രാജ്യമാണെന്ന വിമർശനം ഭാരതം വർഷങ്ങളായി തന്നെ ഉന്നയിക്കുന്നതാണ്. UN ഉൾപ്പെടെയുള്ള വേദികളിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ ഭാരതം ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കുമെന്ന് ഉറപ്പ്. ജനം, ഡൽഹി. പെഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരുന്നുവെന്ന് BJP MP സംബിത് പത്ര പറഞ്ഞു. ഭാരതത്തിന്റെ തിരിച്ചടി ശത്രുവിന്റെ സങ്കല്പങ്ങൾക്കപ്പുറമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തിന്റെ നേരെ സർജിക്കൽ സ്ട്രൈക്കുകളുടെ പ്രഹരമേറ്റ് പാകിസ്ഥാന് ശീലമുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഭാരതം തിരിച്ചടി നൽകുകയെന്ന് ഊഹിക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ലല്ലോ എന്നും അദ്ദേഹം പരിഹസിച്ചു. प्रधानमंत्री ने बिहार की भूमि से ऐलान किया और ये वादा किया कि मैं वादा करता हूं कि जो आपकी इच्छा है कि आतंकवाद के खिलाफ हमला होगा, हम पहलगाम के इस आतंकवादी हमले का बदला लेंगे. वी विल एवेंज द डेथ ऑफ 26 पीपल. प्रधानमंत्री ने कहा ये जो बदला होगा यह आतंकवादियों के कल्पना से बाहर का बदला होगा, और जो बदला हुआ वो आतंकवादियों के कल्पना के बाहर का बदला था. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ഭാരതം തകർത്തപ്പോൾ നിയന്ത്രണ രേഖയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഷെല്ലാക്രമണം നടത്തിയായിരുന്നു പാക് സൈന്യം പ്രതികരിച്ചത്. പൂഞ്ച്, രജൌരി, കുപ്വാര സെക്ടറുകളിലെ സാധാരണക്കാരെയാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത്. രജൌരിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയ മേഖലയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോഴുള്ളത് രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുള്ള കെട്ടിടത്തിന് മുകളിലാണ്. രജൌരിയിൽ 10-ാം തീയതി പുലർച്ചെ 4 മണി മുതൽ 5:30 വരെയാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടന്നിട്ടുള്ളത്. അതിൽ തകർന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അക്രമം ഉണ്ടാകും, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടാകും എന്ന കൃത്യമായ ധാരണയിൽ ഈ മേഖലയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റി താമസിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആളപായം ഈ ഒരു ഷെല്ലാക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പൊട്ടിത്തകർന്ന് കിടക്കുന്ന ആ കെട്ടിടത്തിന്റെ മേൽഭാഗം നേരെ താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിലാണെങ്കിൽ താഴെ കടയാണ്, മുകളിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്കേൽക്കാനും അല്ലെങ്കിൽ കൊല്ലപ്പെടാനും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ടായിരുന്നു. അത്തരത്തിൽ ഭാരതം പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ പക്ഷെ തിരിച്ച് ഭാരതത്തിലെ ജനവാസ മേഖലകളിലേക്ക് ഇത്തരത്തിൽ ഷെല്ലാക്രമണം നടത്താനും സാധാരണക്കാരായ നിരപരാധികളായിട്ടുള്ള ആളുകളുടെ ജീവനെടുക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ വലിയ രോക്ഷം നമുക്ക് ഈ മേഖലയിൽ ഇപ്പോൾ ആളുകൾ കഴിഞ്ഞ ദിവസം പ്രത്യാക്രമണമോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമോ ഷെല്ലാക്രമണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി കടന്നുപോയി. അതുകൊണ്ട് ഈ മേഖലയിലേക്ക് ആളുകൾ ഇന്ന് പുലർച്ചെയായി തിരിച്ചെത്തുന്നുണ്ട്. അത്തരം ആളുകളോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ വലിയ ഒരു മാനസികാവസ്ഥയിലൂടെയാണ്
ഘട്ടത്തിലൂടെയാണ് അവർ കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിയന്ത്രണ രേഖയിൽ തുടർച്ചയായി ഇത്തരത്തിൽ വികസന പദ്ധതികൾ എത്തിച്ചുകൊണ്ട് അവർ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ നിരപരാധികൾക്ക് നേരെ, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടുള്ള മര്യാദഘട്ട പ്രവർത്തനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. രജൌരി, പൂഞ്ച് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഷെല്ലാക്രമണവും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള വെടിവെപ്പും ഭാരതത്തിന് നേരെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത്. പൂഞ്ച് മേഖലയിൽ രജൌരിയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് പൂഞ്ചിലേക്ക്. പൂഞ്ചിൽ 16 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായ തരത്തിൽ ഭാരതം വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഭീകരവാദികൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് നടത്തിയപ്പോൾ പാകിസ്ഥാൻ പക്ഷേ ചെയ്തിട്ടുള്ളത് ഇതിന് സമാനമായി ഇത്തരത്തിൽ ഭാരതത്തിലെ സാധാരണക്കാരായ ആളുകൾ വസിക്കുന്ന മേഖലകളിലേക്ക് ഷെല്ലാക്രമണം നടത്താനും സാധാരണക്കാരുടെ ജീവൻ എടുക്കാനുമുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ 10-ാം തീയതി പുലർച്ചെ 4 മണി മുതൽ 5:30 വരെ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആൾതാമസം ഉണ്ടായിരുന്ന സമയമാണെങ്കിൽ വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്കേൽക്കാനും ജീവൻ നഷ്ടപ്പെടാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ മര്യാദഘട്ട പ്രകോപനത്തിന് അതിശക്തമായ തിരിച്ചടി അതിർത്തി മേഖലയിലും ഒപ്പം വ്യോമമാർഗത്തിലും ഭാരതത്തിന്റെ ചുണക്കുട്ടികൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 12 മണിക്കൂറിലധികം പരിശോധിക്കുമ്പോൾ, അതായത് ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെയും ഒരു തരത്തിലുമുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിലവിൽ അതിർത്തി മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാനുള്ള, പാകിസ്ഥാനെ അടിച്ചു തകർക്കാനുള്ള നിർദ്ദേശവും തീരുമാനവും രാജ്യത്തിന്റെ ഭരണ നേതൃത്വവും ഒപ്പം സൈന്യവും അതിശക്തമായി എടുത്ത പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഏതായാലും രജൌരിയിൽ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. രജൌരിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. അതിർത്തിയിൽ കാവലായി ഉപഗ്രഹങ്ങൾ. ഭാരതത്തിന്റെ 10 ഉപഗ്രഹങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തന്ത്രപരമായ ആവശ്യങ്ങൾക്കുമായി ഉപഗ്രഹങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഉപഗ്രഹ ഡ്രോൺ സാങ്കേതിക വിദ്യകളിലൂടെയാണ് നമുക്ക് പല വിജയവും നേടാൻ കഴിഞ്ഞതെന്നും വി നാരായണൻ അഭിപ്രായപ്പെട്ടു. ഇംഫാലിലെ കേന്ദ്ര കാർഷിക സർവകലാശാലയുടെ 5ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. Food security, water security, strategic area. You know we are having our neighbors, you all know, I will not explain. If we have to ensure safety of this country, we have to really serve through the satellite. We have to monitor the entire 7,500 kilometer seashore area, we have to monitor. And entire northern part we have to monitor continuously. Without satellite technology, without drone technology, we cannot achieve that. Today I am happy to inform that at least 10 satellites are continuously working, 24/7 working for the strategic purpose to ensure safety and security of the citizens of this country. And disaster warning and mitigation. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെ തുടരുന്ന സൈബർ ആക്രമണത്തെ അപലപിച്ച് IAS IPS അസോസിയേഷൻ. ആത്മാർത്ഥതയോടെ കർത്തവ്യം നിർവഹിക്കുന്നവരെ ആക്രമിക്കുന്നത് ദുഃഖകരമെന്ന് അസോസിയേഷൻ പ്രതികരിച്ചു. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെയാണ് സൈബർ ആക്രമണം. മിശ്രയുടെ മകൾ ഡിസൺ മിശ്രയ്ക്ക് നേരെയും സൈബർ ആക്രമണം വ്യാപകമാവുകയാണ്. പഴയ പോസ്റ്റുകൾ കുത്തിപ്പൊക്കിയും കുടുംബത്തിനൊപ്പമുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തുമാണ് ആക്രമണം നടക്കുന്നത്. ഇതിനെ തുടർന്ന് വിക്രം മിശ്രയുടെ അക്കൗണ്ട് പ്രൈവറ്റാക്കി മാറ്റിയിട്ടുണ്ട്. രാജ്യത്തെ നയതന്ത്രജ്ഞനെതിരെ നടക്കുന്ന സംഘടിത ആക്രമണത്തിൽ AIMIM അധ്യക്ഷൻ അസസുദ്ദീൻ ഒവൈസിയും രംഗത്തു വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുതെന്നും ഒവൈസി എക്സിൽ കുറിച്ചു. രാജ്യത്തെ ഭീകര സംഘടനകൾക്ക് ഓരോ വർഷവും പാകിസ്ഥാൻ നൽകുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഭീകരരെ കൂട്ടുപിടിച്ച് ഭാരതത്തിന് നേരെ അക്രമം നടത്തുന്ന നെറികെട്ട സമീപനം പാകിസ്ഥാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ജമ്മു കശ്മീരിനൊപ്പം അയോധ്യയും അമൃത്സറും ഡൽഹിയും വരെയാണ് ഈ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത്. മതപഠന കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും സ്കൂളുകളുടെയും മറവിൽ പാകിസ്ഥാൻ തീറ്റിപ്പോറ്റുന്നത് 50ഓളം തീവ്രവാദ സംഘടനകളെയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റും താലിബാനും പാകിസ്ഥാനെ തങ്ങളുടെ പരീക്ഷണശാലയെ കണക്കാക്കുമ്പോൾ ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ പാകിസ്ഥാന്റെ ധനസഹായം പറ്റിയാണ് ഇസ്ലാമിക തീവ്രവാദം വളർത്തുന്നത്. കൂടെ ചൈനയുടെ സഹായമുണ്ട്. ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കുകയും ഭാരതത്തിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയുമാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ലക്ഷ്യം. ഭാരതവും ഇസ്രായേലും അമേരിക്കയുമാണ് മുഖ്യ ശത്രുക്കൾ. ലാഹോറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ മുരിദ്കയിൽ 200 ഏക്കറിലാണ് ലഷ്കർ എ തൊയ്ബയുടെ ആസ്ഥാനം.
നേതാവ് മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ മുഹമ്മദ് ഹാഫിസ് സയ്യിദ്. മുസാഫറാബാദ്, ലാഹോർ, പെഷവാർ, ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, കറാച്ചി, മുൾട്ടാൻ, ക്വറ്റ, ഗുജറൻവാല, സിയാൽകോട്ട്, ഗിൽജിറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലായി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനിലുടനീളം ലഷ്കർ ഇ തൊയ്ബയ്ക്ക് 2200 ഓഫീസുകളുണ്ടെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ പണം പറ്റി ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന മറ്റൊരു പ്രധാന സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജെയ്ഷെ മുഹമ്മദ് മുജാഹിദീൻ ഇ തൻസീം. പാകിസ്ഥാനാണ് ആസ്ഥാനം. ഓഫീസുകൾ, ജിഹാദിനായുള്ള പരിശീലന കേന്ദ്രങ്ങൾ. 2001 ഡിസംബർ 13 ഭാരതത്തിന്റെ പാർലമെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിനു പിന്നിൽ ജെയ്ഷെ മുഹമ്മദാണ്. ചാവേറുകളെ സൃഷ്ടിച്ച് ഭീകരാക്രമണം നടത്തുകയാണ് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളുടെ ശൈലി. ജീവൻ നഷ്ടമായാലും ജിഹാദിനായുള്ള യുദ്ധത്തെ വിശുദ്ധമായി കൂട്ടർ കണക്കാക്കുന്നു. എന്നാൽ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവായ മൗലാന മസൂദ് അസർ ഇപ്പോഴും ജീവനോടെയുണ്ട്. പാക് അധീന കാശ്മീർ ഉൾപ്പെടെ ഇവരുടെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാത്തിനും പാകിസ്ഥാന്റെ സഹായവും ലഭിക്കുന്നുണ്ട്. കാശ്മീരിനെ ഭാരതത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുകയാണ് ഈ തീവ്രവാദി സംഘടനയുടെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല, അയോധ്യ, അമൃതസർ, ഡൽഹി എന്നിവയും പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപനം. ഹിസ്ബുൾ മുജാഹിദീൻ, ദി റെസിസ്റ്റന്റ് ഫ്രണ്ട്, അൽ ബാദർ, ഹർക്കത്തുൽ മുജാഹിദീൻ തുടങ്ങി നിരവധി സംഘടനകളാണ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യവും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും ഈ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് പരിശീലനവും ഉപദേശവും നൽകുന്നു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് തീവ്രവാദി സംഘടനയോടുള്ള താൽപ്പര്യം ഈ തീവ്രവാദികൾക്ക് ഭരണതലത്തിൽ വരെ സ്വാധീനം നേടിക്കൊടുത്തു. തീവ്രവാദികളുടെ ഹിന്ദു വിരുദ്ധത ഭാരതത്തിനെതിരെ എക്കാലത്തും ഉപയോഗിക്കാമെന്ന കണക്കൂട്ടലാണ് ISIയുടെ താൽപ്പര്യങ്ങൾക്ക് പിന്നിൽ. തീവ്രവാദികളെ പാലൂട്ടുന്ന സമീപനം പലപ്പോഴും പാകിസ്ഥാന് തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും അടിമുടി ഭാരതവിരുദ്ധരായ ആ രാജ്യം ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല. അവരെ ഇനിയും പാഠം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്. KPCCയുടെ 37ാമത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റു. KPCCയുടെ 37ാമത് പ്രസിഡന്റാണ് സണ്ണി ജോസഫ്. KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് K സുധാകരൻ ചുമതല കൈമാറി. വരുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ വിജയത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. നേതൃനിരയെ പ്രഖ്യാപിച്ചത് പൂർണ്ണമല്ല, ഇനിയും ഇതിനെ പൂർണ്ണമാക്കേണ്ടതുണ്ട്. മുതിർന്നവർ കൂടുന്നതാണ് ഈ നേതൃനിര. ഇന്ന് രാവിലെ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, വർക്കിംഗ് പ്രസിഡന്റന്മാര് എന്താ അതിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, വർക്കിംഗ് പ്രസിഡന്റന്മാര് മാത്രമല്ല, അവര് ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അതിവരെ 3 പേരെ ഉദ്ദേശിച്ചാണ്. വർക്കിംഗ് പ്രസിഡന്റന്മാർ, ദേ വിൽ ബി ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ്സ്. സധൈര്യം പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും. അതുപോലെ ഒന്നുകൂടി, ആ ഹാർഡ് വർക്ക് കപ്പിൾഡ് വിത്ത് ടീം വർക്ക്, കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് കേരളത്തിൽ ആവശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. KPCC നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് കൊടിക്കുന്നിൽ സുരേഷ്. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നാട്ടിൽ ദളിതർക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന പരാതിയുണ്ട്. കേരളത്തിലെ KPCC അധ്യക്ഷന്മാരുടെ ചിത്രം KPCC ആസ്ഥാനത്തുണ്ട്. എന്നാൽ അവിടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മാത്രം ചിത്രങ്ങളില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും അർഹമായ പരിഗണന നൽകണമെന്ന് കൊടിക്കുന്നിൽ ആവശ്യപ്പെട്ടു. അവിശുദ്ധമായ തിരിച്ചുവരവിന് നാം തയ്യാറെടുക്കുമ്പോൾ ഈ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ കൂടി ചേർത്ത് നിർത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകണം. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. അത് പരിശോധിക്കണം. ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 36 കോൺഗ്രസ് KPCC പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഇനിയിപ്പോൾ കേസ് വാനിൽ വരും. 38ാമത്തെ പ്രസിഡന്റ് സണ്ണിയാണ്. ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഫോട്ടോസ് UDF-നെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പുതിയ നേതൃത്വത്തിന് എല്ലാ ജനങ്ങളെയും കൂട്ടിയോജിപ്പിക്കാനാകുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. തീരദേശ മലയോര ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈ ടീമിന് സാധിക്കും. മലയോര കർഷകന്റെ മകനാണ് KPCC അധ്യക്ഷനായിരിക്കുന്നതെന്നും AK ആന്റണി പറഞ്ഞു. ഇവരൊരു സമ്പൂർണ്ണ വിശ്വാസമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ദൗത്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2026 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു UDF ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാക്കുക. അതാണ് അവരെ ദൗത്യം. ആ ദൗത്യം ഒരു പൂർണ്ണമായി വിജയിപ്പിക്കുന്ന വിശ്വാസമുണ്ട്. എൻ്റെ ഒരാഗ്രഹം UDF-നെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുന്നതോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെ കൂടെ കൂട്ടിയിണക്കാൻ കഴിഞ്ഞാൽ
2001 വലിയ വിജയം ഈ ടീമിൻ്റെ നേതൃത്വത്തിൽ, സണ്ണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. KPCCക്ക് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്ത സുധാകരന് ഹൃദയംഗമമായ നന്ദിയെന്ന് VD സതീശൻ. എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് സുധാകരന്റെ നേതൃത്വത്തിൽ പുതിയ ടീം വന്നത്. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സുധാകരന് സാധിച്ചു. സണ്ണി ജോസഫ് സംഘടനാ വൈഭവമുള്ള നേതാവെന്നും സതീശൻ പറഞ്ഞു. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴയിലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PTA അനധികൃത പിരിവ് നടത്തുന്ന സ്കൂളിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. സ്കൂളുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കും. പുകയില ലഹരി വിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കും. സ്കൂൾ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തുന്നതിൽ തീരുമാനം പിന്നീടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂൾ നടത്തുവാൻ കഴിയുകയുള്ളൂ. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. ജൂൺ മാസം 2-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായിരിക്കും. പല രക്ഷകർത്താക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. 5000 രൂപയും 10000 രൂപയും ചോദിക്കുന്ന വിദ്യാലയങ്ങളുണ്ട്. ഒരു കാരണവശാലും ഒരു രക്ഷകർത്താവും ആ പൈസ കൊടുക്കാൻ പാടില്ല. ഏത് സ്കൂളിലായിരുന്നാലും കൊടുക്കാൻ പാടില്ല. കൊടുക്കാതിരുന്ന ശേഷം തൻ്റെ മകന് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള ഒരു പേടിയും വേണ്ട. ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്യും. ആ കാശ് കൊടുക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും. ആ വിദ്യാലയത്തിൻ്റെ പേരിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും. CITU പ്രവർത്തകനെ വധിച്ച കേസിൽ PFI ഭീകരർക്ക് ഇരട്ട ജീവപര്യന്തം 13 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 1 മുതൽ 3 വരെയുള്ള പ്രതികൾക്ക് 5 വർഷം അധിക ശിക്ഷയും വിധിച്ചു. തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കാളത്തോട് നാച്ചുവിനെ വധിച്ച കേസിലാണ് വിധി. തിരുവനന്തപുരം കരമന കൂടത്തിൽ കുടുംബത്തിലെ ദുരൂഹ മരണങ്ങളിൽ CBI അന്വേഷണത്തിന് ഹർജി. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. നിലവിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് ഹർജിക്കാരന്റെ വാദം. കൂടത്തിൽ കുടുംബത്തിലെ പ്രകാശാണ് ഹർജി നൽകിയത്. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഏറെ നാളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു CBI അന്വേഷണം. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം കരമന കൂടത്തിൽ കുടുംബത്തിലെ ദുരൂഹ മരണങ്ങളിൽ CBI അന്വേഷണത്തിനുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഒരു കുടുംബത്തിലെ കൂടത്തിൽ തറവാട്ടിലെ 7 പേരുടെ ദുരൂഹ മരണത്തിൽ ഇപ്പോൾ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജൂൺ 11 ഈ ഹർജി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം CBIക്കും മറ്റ് ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കൂടത്തിൽ തറവാട്ടിലെ അനന്തരാവകാശി കൂടിയായിട്ടുള്ള പ്രകാശാണ് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് കൂടത്തിൽ തറവാട്ടിൽ മരണപ്പെട്ട ഉണ്ണികൃഷ്ണൻ നായരുടെ മകനാണ് പ്രകാശ്. ഈ മരണവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കൂടത്തിൽ തറവാട്ടിലെ ഏറ്റവും ഒടുവിൽ മരിച്ചത് ജയമാധവൻ നായരാണ്. ഇദ്ദേഹത്തിന്റെ അടക്കം മരണത്തിൽ ദുരൂഹതയുണ്ട്. ആ കേസ് അന്വേഷണം തൃപ്തികരമല്ല. കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് മൊത്തത്തിൽ കേസന്വേഷണം CBIക്ക് കൈമാറണം എന്നുള്ളതാണ് ഹർജിക്കാരന്റെ ആവശ്യം. 1991 മുതൽ 2017 കാലഘട്ടം വരെ ഏകദേശം 25 വർഷത്തിനിടയ്ക്ക് ഒരു തറവാട്ടിലെ സ്വത്തുക്കളിൽ മേലുള്ള അനന്തരാവകാശികളായിട്ടുള്ള 7 പേരാണ് മരണപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ മരണപ്പെട്ടത് പ്രകാശിന്റെ അച്ഛന്റെ സഹോദരനായിട്ടുള്ള ജയമാധവൻ നായരാണ്. ഇദ്ദേഹത്തിന്റെ മരണത്തിൽ അത് കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെങ്കിലും പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്തിരുന്നില്ല. കാര്യസ്ഥനായിട്ടുള്ള രവീന്ദ്രനെ അടക്കം സംശയിച്ചുവെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകൾ പരിശോധിക്കാനോ ആ കേസ് അന്വേഷണം കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചതുമില്ല. ഇക്കാര്യത്തിലൊരു അട്ടിമറി സംശയം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതിനിടയിൽ തന്നെയാണ് കൂടത്തിൽ തറവാട്ടിൽ അനന്തരാവകാശിയായിട്ടുള്ള പ്രകാശൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. എന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.
ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്കിടെ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കാസർഗോഡ് മട്ടലായിലാണ് സംഭവം. മണ്ണിനടിയിൽപ്പെട്ട 3 പേരെ രക്ഷപ്പെടുത്തി. അന്യസംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത്. രക്ഷപ്പെടുത്തിയവർ ചെറുവത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗോകുൽ ചേരുന്നു. ഗോകുൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്ന് രാവിലെ 10:30യോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കാസർഗോഡ് ചെറുവത്തൂരിനടുത്തുള്ള മട്ടലായിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ 4 തൊഴിലാളികളായിരുന്നു അവിടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരുന്നത്. ആ സമയത്താണ് മണ്ണിടിഞ്ഞത്. മണ്ണിടിഞ്ഞ സമയത്ത് മണ്ണിന്റെ ഉള്ളിലേക്ക് അകപ്പെട്ട ആളാണ് മരണപ്പെട്ടത്. മറ്റു 3 പേരെയും പെട്ടെന്ന് രക്ഷിക്കാൻ സാധിച്ചിരുന്നു. അവരെ തൊട്ടടുത്ത ചെറുവത്തൂരുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പശ്ചിമ ബംഗാൾ, കൊൽക്കത്ത സ്വദേശികളായിട്ടുള്ള തൊഴിലാളികളായിരുന്നു അവിടെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ആ സമയത്താണ് മണ്ണിടിയുകയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തത്. മെഗാ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു അവിടെ ആ ഭാഗങ്ങളിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിരുന്നത്. ഈ മെഗാ കൺസ്ട്രക്ഷൻ അനിയന്ത്രിതമായ രീതിയിൽ കുന്നിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ നേരത്തെ ഉയർന്നിരുന്നതായും ഒരു ആരോപണവും ഇപ്പോൾ വന്നിട്ടുണ്ട്. രോഹിണി, ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി നാളെ. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേതൽ ജിൻസൺ രാജയാണ് കേസിലെ ഏക പ്രതി. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, നഗരമധ്യത്തിൽ നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു. ഇപ്പോൾ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി നാളെയായിരിക്കും. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പരാമർശങ്ങൾ വരികയുണ്ടായോ? രോഹിണി, തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയമധ്യത്തിൽ തന്നെയാണ് നാടിനെ മുഴുവനായി നടുക്കിയ ഒരു കൂട്ടക്കൊല നടക്കുന്നത്. ആഭിചാരത്തിന്റെ അത് സ്വർഗത്തിലേക്ക് ആത്മാവിനെ അയക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അച്ഛനെയും അമ്മയും സഹോദരിയെയും ബന്ധുവായ ഒരു സ്ത്രീയെയും ഒരാൾ കൊലപ്പെടുത്തുന്നത്. 2017 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ആദ്യത്തെ 3 കൊലപാതകം നടത്തുന്നത്. അതായത് അമ്മയെ ആദ്യം കൊലപ്പെടുത്തുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് അച്ഛനെയും സഹോദരിയെയും കൊലപ്പെടുത്തുന്നത്. പിറ്റേ ദിവസം ഏപ്രിൽ 6-നാണ് ബന്ധുവായ അന്ധകൂടിയായിട്ടുള്ള ലളിത എന്ന് പറയുന്ന സ്ത്രീയെയും ഈ കേസിലെ ഏക പ്രതിയായ കേതിൽ ജിൻസൺ രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തുന്നത്. അമ്മയെ ആദ്യം കൊലപ്പെടുത്തുന്നത് ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. താൻ പുതിയതായി ഡൗൺലോഡ് ചെയ്ത ഒരു വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീടിന്റെ 2ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ 2ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് പുറകിലൂടെ മഴുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തുന്നത്. അങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം ഒരു പോളിത്തീൻ കവറിലാക്കി സൂക്ഷിച്ചു വെക്കുന്നു. അതേപോലെ തന്നെയാണ് സഹോദരിയെയും അതുപോലെ തന്നെ ആ പിതാവിനെയും ആ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പിന്നീട് ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തുന്നു. ഇവരെല്ലാം കൊലപ്പെടുത്തിയതിനു ശേഷം ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ മറവ് ചെയ്യുന്നതിലേക്ക് വേണ്ടി കത്തിച്ച് നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി പ്രതി ശ്രമം നടത്തുന്നു. പക്ഷെ അത് ആദ്യഘട്ടത്തിൽ തന്നെ പരാജയപ്പെടുന്നു. ബന്ധു കൂടിയായ ഒരു അയൽവാസി വീട്ടിലേക്ക് പരിശോധന നടത്തുന്നു. അങ്ങനെ പരിശോധനയിലും ആ തരത്തിലൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ഈ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിപ്പിക്കാൻ അല്ലെങ്കിൽ കത്തിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള തീപ്പുക ഉണ്ടാകുന്നതിന് പിന്നാലെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും എത്തിയതിനു ശേഷമാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ പ്രതി ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. അതായത് ഏപ്രിൽ മാസം 8-ാം തീയതി തന്നെ ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം തന്നെ ചുറ്റിപ്പറ്റിയാണ് കേസുകൾ നടക്കുന്നതെന്ന അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയ പ്രതിയെ ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് തമ്പാനൂർ പോലീസ് അല്ലെങ്കിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ പ്രതിയെ ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ പുള്ളി ആഭിചാരക്രിയകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നതായിരുന്നു ഒരു വിശദീകരണമായി നൽകിയത്. പക്ഷേ ആ വിശദീകരണം മുഖവിലക്കെടുക്കാൻ കേരള പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് ഏപ്രിൽ മാസം 15-ാം തീയതി ഈ പോലീസ് ക്ലബ്ബിലിരുത്തി ചോദ്യം ചെയ്യലിന് ഭാഗമായിട്ടാണ് ഇതിൽ കൂടുതലായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. അച്ഛനോടും കുടുംബാംഗങ്ങളോടുമുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് 2017-ൽ ട്രയൽ ആരംഭിച്ച കേസാണ്, അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി എനിക്ക് പുറകിൽ കാണുന്ന തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. KV വിഷ്ണുവാണ് ആ ജഡ്ജിയാണ് ഇപ്പോൾ ഒരു കുറ്റക്കാരനാണ്, കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനാണ് എന്നുള്ള ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള വാദം നാളെയായിരിക്കും പ്രഖ്യാപിക്കുക. ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളത് നാളെ മാത്രമാണ് അറിയാൻ സാധിക്കുക. എന്തായാലും ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആ കേസ് അന്വേഷിച്ച
പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേസിന് നേതൃത്വം നൽകിയ അഭിഭാഷകരുമെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച ഒരു കേസിൽ, അതായത് ആഭിചാരക്രിയയുടെ ഭാഗമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശം നടത്തിയതിന്റെ പേരിൽ കൊലപാതകം നടത്തിയ ഒരു നിർണായകമായ കേസിൽ വിധി വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 41 സാക്ഷികളെ വിസ്തരിച്ചതിൽ 104 രേഖകളും 57 വസ്തുക്കളും കോടതിയിൽ ഹാജരാക്കിയിരുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിചാരണ നേരിട്ടതിനു ശേഷമാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന ഒരു നിർണായകമായ കണ്ടെത്തലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള അഭിഭാഷകരും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിർണായകമായിട്ടുള്ള ഒരു കോടതിയുടെ ഒരു പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ അഭിഭാഷകർ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണം ഉണ്ടാകും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ ഒരു കേസാണ്. കാരണം ആഭിചാരക്രിയയുടെ പേരിൽ പറഞ്ഞ അല്ലെങ്കിൽ വൈരാഗ്യം കാട്ടി ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരെ അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന ഒരു ശ്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ആ കേസ് നടത്തിയ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. എന്തായാലും അല്പം മുമ്പോട്ടേക്കോ സാർ, അല്പം മുമ്പിലേക്ക് സാർ പ്ലീസ്, അല്പം മുമ്പിലേക്ക് ഇനോ അല്ല. ഇതിനകത്തിപ്പം ആഭിചാരക്രിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലയിടത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവും വന്നിട്ടില്ല. ഇതിനകത്ത് സാഹചര്യ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയുടെ അടുത്ത് 313, അതായത് പ്രതിയുടെ അടുത്ത് ചോദ്യം ചോദിച്ച സമയത്ത് പോലും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആസ്ട്രൽ പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള രീതിയിലുള്ളൊന്നും പ്രതിയുടെ ഭാഗത്തു നിന്ന് തെളിവ് വന്നിട്ടില്ല. അന്വേഷണത്തിൽ ഒരിടത്തും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ ഭാഗത്ത് മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ളത് ആദ്യമായി പ്രതിയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് നമുക്കറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 7 ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിരുന്നു. ആ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ, കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു. പ്രതി പെട്രോൾ വാങ്ങിച്ചതും ഈ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്തും ഈ 7 ദിവസങ്ങളിലും പ്രതിയുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന 7 ദിവസങ്ങളിലും മാനസിക പ്രശ്നങ്ങളുള്ള തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ റോയിയെ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് അത് ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി മോഹൻ റോയിയുടെ സഹായം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും മാനസിക പ്രശ്നങ്ങളുണ്ട്, ചെറിയ രീതിയിലുള്ളതായിട്ട് കാണുന്നുണ്ടോ എങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിലും പ്രതി കുറ്റം ചെയ്ത രീതിയിലും അദ്ദേഹത്തിൻ്റെ ആ മോഡസ് ഓപ്പറാൻഡി പ്രിപ്പറേഷൻ, അത് ഏത് രീതിയിലാണ് കുറ്റകൃത്യം നടത്തിയത്, ഇതിൽ നിന്നൊന്നും മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾ പെരുമാറുന്ന രീതിയിലല്ല അദ്ദേഹം പെരുമാറുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ എവിഡൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു സമയത്തും പ്രതിയുടെ ഭാഗത്തുനിന്നോ ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്നോ അതിനെ തർക്കിക്കുന്ന രീതിയിലുള്ള ഒരു ഇതും വന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രതിയുടെ ഇൻക്രിമിനേറ്റിംഗ് സർക്കംസ്റ്റാൻസസുകളെക്കുറിച്ച് പ്രതിയോട് ചോദ്യം ചെയ്ത സമയത്തും പ്രതി വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് തന്നിരുന്നത്. അതുപോലെ തന്നെ പ്രതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് താൻ ഈ കൃത്യം നടന്നതായി പറഞ്ഞ 4-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെയുള്ള സമയത്ത് അദ്ദേഹം ഏതോ സ്ഥലത്ത് കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അത് തമിഴ്നാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നടക്കുകയായിരുന്നെന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്രകാരം ഒരു വലിയൊരു പ്രശ്നം വീട്ടിൽ നടന്നതായിട്ട് എനിക്ക് മനസ്സിലായപ്പോഴും ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ആസ്ട്രൽ പ്രൊജക്ഷനോ മാനസിക പ്രശ്നങ്ങളോ അതിനെക്കുറിച്ചൊന്നും തന്നെ യാതൊരു രീതിയിലും ഒരു ഡിസ്കഷൻ പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ വിധിന്യായം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പ്രതിയെ 302, അത് കൊലപാതകം, അത് 4 കൗണ്ടുള്ളതിനാണ് സാധ്യത. 4 പേരെ കൊന്നതിന് 4 കൗണ്ടായിട്ട് 302 ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 436 വീട് തീവെച്ച് നശിപ്പിച്ചതിനും പിന്നെ 201 എവിഡൻസ് നശിപ്പിച്ചതിനും ഈ 3 കുറ്റത്തിനാണ് ഇപ്പോൾ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുള്ളത്. നാളെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ ആയിരിക്കും നാളെ വരുന്നത്. അപ്പോൾ അതിനുശേഷം സബ്സിക്വൻ്റ് ആയിട്ട് വിധിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളൂ. ഇതിനകത്തിപ്പോൾ മോട്ടീവായിട്ട് പ്രതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഡിഫൻസ് എവിഡൻസ്, അതായത് പ്രതി ഈ ജയിലിനകത്ത് വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് 7 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7 ദിവസം യാതൊരു പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ജയിലിനകത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സഹതടവുകാരനെ ആക്രമിക്കുന്ന രീതിയിൽ കാണിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി പോകുന്നത്. അപ്പോൾ ഈ ചികിത്സ നടന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ എവിഡൻസ് കോടതിയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അച്ഛനോടുള്ളൊരു വിരോധമുണ്ട്, അച്ഛനോട് പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അച്ഛൻ റിട്ടയർമെൻറ്റിന് ശേഷം അമിതമായി മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തെ ധാരാളമായി ശകാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും അമ്മയോടും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട്, അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ
പല സമയത്തും ഇവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വെച്ചാൽ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും മെസ്സേജസിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ആ ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു സർക്കംസ്റ്റൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ആ ഒരു കുറ്റസമ്മതം നടത്തിയതായിട്ട് പറയുന്ന ആ പോർഷനിൽ കാണുന്നത് ഈ വീട്ടുകാരോടുള്ളൊരു വൈരാഗ്യം തന്നെയാണ് മോട്ടീവായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, വേറെ കോടതിയുടെ ഭാഗത്തു നിന്ന് വേറെ നിരീക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഫൗണ്ട് ഗിൽറ്റി ഇല്ല, ഒന്നുമില്ല. 302, 436, 201. തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൂടുതലും ഏറ്റവും കൂടുതൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം ലെഡ് ബൈ കെ ബൈജു സാർ. ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടിയാണ് ഒരു കേസ് പ്രൂവ് ചെയ്യുന്നതിനുള്ളത്. ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു ഒത്തിണക്കത്തോടുള്ള ആ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയും. എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്നതും ആ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് കളക്ട് ചെയ്യുന്നതായാലും ഇത് ഓരോരുത്തരുടെ ആൾക്കാരുടെ ഒക്കുലർ എവിഡൻസ് കളക്ട് ചെയ്യുന്നതായാലും അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒത്തിണക്കത്തോടുകൂടി ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് ഒരു രീതിയിലും ചെയിനിലൊരു ബ്രേക്ക് വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പ്രോസിക്യൂട്ടറിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് സാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നും ആ കോടതിയിൽ ആ എവിഡൻസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ആ ഒരു ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും റെയറസ്റ്റ് ഓഫ് റെയർ എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ നിൽക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് ബാക്കിയെല്ലാം കോടതിയുടെ കൺസിഡറേഷനാണ്. ഇതിനെ റെയറസ്റ്റ് ഓഫ് റെയർ ആണെങ്കിൽ പോലും ചില സർക്കംസ്റ്റാൻസിൽ ആ ഒരു റീഫോം ചെയ്യാൻ പറ്റുമോ, തിരിച്ചയാളെ സൊസൈറ്റിയിലേക്ക് നല്ലൊരു മനുഷ്യനായി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നാളെ വരത്തേ ഉള്ളൂ. അതിനുശേഷം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ റെയറസ്റ്റ് ഓഫ് റെയർ കേസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കോടതിയുടെ കൺസിഡറേഷനിലിരിക്കുന്ന കാര്യമാണ്. സാറേ, 2017 ഉണ്ടായ സംഭവമാണ്. അന്നത്തെ IG ആയിരുന്ന മനോജ് അബ്രഹാം സാറിൻ്റെയും കമ്മീഷണർ സ്പർജൻ സാറിൻ്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കെ ബൈജു സാർ, ഇപ്പോഴത്തെ കോഴിക്കോട് റൂറൽ SP ബൈജു സാറിൻ്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത്. ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഞങ്ങൾക്ക് അതിൽ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ബൈജു സാറാണ് ഇതിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്. അതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ്, ഓൺലൈൻ വഴിയുള്ള ട്രാൻസാക്ഷൻസ്, എവിഡൻസ് നശിപ്പിക്കാൻ പ്രതി നടത്തിയ ശ്രമങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും ഒരു വളരെ സ്ക്രൂപ്പുലസ് ആയിട്ട് അത് അന്വേഷണ സംഘത്തിന് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കൺവിക്ഷൻ ഉണ്ടായത്. അത് കേരള പോലീസിന് നമ്മുടെ ഒരു ടീം വർക്കിന്, ഒരു ടീം സ്പിരിറ്റിന് നന്നായിട്ട് അന്വേഷണം ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഒരു അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അത് കൺവിക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് പോലീസിന് കഴിഞ്ഞു. അതിൽ അഭിമാനമുണ്ട്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന കോടതി ശിക്ഷാവിധി നാളെ. പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയുടെ തല അടിച്ചു പൊട്ടിച്ചു. കൊല്ലം കിളികല്ലൂർ മങ്ങാട് സംഘം മുക്കിലാണ് സംഭവം. കട അടയ്ക്കാനൊരുങ്ങുമ്പോഴാണ് ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ആവശ്യപ്പെട്ടത്. എല്ലാം തീർന്നുവെന്ന് പറഞ്ഞതോടെയായിരുന്നു ആക്രമണം. സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമ അമൽ കുമാറിനെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത്. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം കിളിക്കൊല്ലൂർ മങ്ങാടാണ് ഈ പൊറോട്ട നൽകാത്തതിൻ്റെ പേരിൽ ഒരു സംഘം ആളുകൾ ചേർന്ന് കടയുടമയെ മർദ്ദിച്ചത്. കടയുടമയായിട്ടുള്ള അമൽകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? സാറിന് ഞങ്ങൾ 10 മണിക്ക് ഇവിടെ കട ഒതുക്കുന്നത്. ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു. ഇവിടെ കറണ്ടില്ലാഞ്ഞപ്പം ഒരു 7 മണിയായപ്പോഴേ ഞങ്ങൾ പൊറോട്ട കല്ലൊക്കെ അണച്ച് ഒരു 7-8 മണിക്കകത്ത് ഈ പയ്യൻ വന്ന് ആദ്യം പൊറോട്ട വേണം, ബീഫ് കറി വേണം, ബീഫ് ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നുമില്ല, വേണമെങ്കിൽ ദോശ ചുട്ട് തരാം ഉണ്ട്, പിന്നെ വെജിറ്റബിൾ കറി ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം എനിക്കിപ്പോൾ തന്നെ പൊറോട്ട വേണം, ബീഫ് കറി വേണം, ബീഫ് ഫ്രൈ വേണം, അല്ലെങ്കിൽ നീ കടയടാ, നീ എന്തിനാ ഇവിടെ കട വരുന്നുണ്ടെങ്കിൽ എല്ലാം ഞങ്ങളിപ്പോൾ അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി. അങ്ങനെ പറഞ്ഞു വിട്ട് പിന്നെ പോയി ഒരു 10-15 മിനിറ്റ് കൊണ്ടപ്പോൾ അവൻ്റെ വേറെ കൂട്ടുവാനായിട്ട് വന്ന് ഞങ്ങളുടെ പുറത്ത് ബഹുമാരകത്ത് കട ഒതുക്കിക്കൊണ്ട് ഞാൻ പുറത്ത് ഇവിടെ വാങ്ങിക്കുക ഇറങ്ങി ഒന്ന് അടിയാൻ തുടങ്ങി. അന്നേരം പുറത്ത് നല്ല വെട്ടമില്ലായിരുന്നു. അവൻ്റെ കയ്യിലെന്തോ ഇത് പക്ഷേ നീളമുള്ള ആയുധമൊന്നുമല്ല, ചെറിയ എന്തോ
ഇടികടിയ എന്നുള്ള സാധനം എന്താണ് ഈ കയ്യിരുന്നത് ഇതുപോലെ. തലയ്ക്ക് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. തലയ്ക്കും മുതുകത്ത് ഒരുത്തൻ പിടിച്ചെടുത്തിട്ട് ഒരുത്തനാണ് ഇടിച്ചത്. ഒരുത്തൻ പിടിച്ചെടുത്ത് കുനിച്ചെടുത്തിട്ട് വേറൊരുത്തനാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ 10 തരാമെന്നൊക്കെ പറഞ്ഞാൽ തരാൻ പാടുന്നില്ലാന്ന് ചോദിച്ചു. ഈ വന്നയാളിനെ പരിചയം ഉണ്ടായിരുന്നോ നേരത്തെ? ഒരാളെ പരിചയമുണ്ട്. ഒരാൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഇവിടെ ഉച്ചക്കിഴക്ക് തന്നെയല്ല, മറ്റേ പയ്യന് ആ ഭാഗത്ത് തന്നെയുള്ള ആയിരിക്കും, കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ല പരിചയമില്ല. നല്ല മുഖം ഈ ഇരട്ടതായിട്ട് നല്ല ഇവൻ്റെ നല്ലോണം അറിയാവുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. മറ്റവൻ്റെ മുഖം നല്ല വ്യക്തമല്ല. ചോദിച്ചത് തന്നെയാണോ? പൊറോട്ട ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പൊറോട്ടയ്ക്കാണ് വന്നത്. പൊറോട്ട വേണം, ഞങ്ങൾക്ക് പൊറോട്ട കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങൾ വേറെ പോയി മേടിക്കാൻ പൈസ ഇല്ല, ഇവിടുന്ന് പൈസ പിന്നെ തരും. അങ്ങനെ രീതിയിലാണ് ഫസ്റ്റ് വരുന്നത്. എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായോ മദ്യപിച്ചതായോ? അതിൻ്റെ സ്ഥിരം ആൾക്കാരാണ് അവർ. ഇപ്പോൾ കച്ചവടക്കാർ, കഞ്ചാവ് പോലുള്ള സാധനങ്ങളുടെ കച്ചവടക്കാരും എല്ലാം ഉള്ളതായിട്ടുള്ള പിള്ളേരവർ. ഈ പോലീസിനോട് ഈ വിവരം കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ ഇവന്മാർ നോക്കി നടക്കുന്ന ആൾ. അന്നേരം പോലീസുകാർ നല്ല രീതിയിൽ സഹകരിച്ച് അന്നേരം തന്നെ ഇവിടെ 2 ജീപ്പും വരികയും ഈ സ്പോട്ടിൽ പോലീസുകാർ വരുന്ന കണ്ടാണ് ഇവന്മാർ കയറി ഓടുന്നതും എല്ലാം നടക്കുന്നത്. എന്നാൽ സ്പോട്ടിൽ പോലീസ് വന്നിവിടാം. ഈ ഇടി നടന്നുകൊണ്ടിരിക്കുന്ന സ്പോട്ടിലാണ് പോലീസ്. പക്ഷേ ഒരു SI ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അവിടെ പറഞ്ഞ ഇവന്മാർ അപ്പോഴത്തെ 2 പേരും കയറി ഓടി. ജീപ്പ് നിർത്തുന്നതിന് ഇവന്മാർ ഓടിക്കളഞ്ഞു. ജീപ്പ് കണ്ടപ്പോഴേ കയറി ഓടിക്കളഞ്ഞു 2 പേരും. എന്തായാലും പോലീസ് അന്വേഷണം നടക്കുകയാണല്ലേ ഇപ്പോൾ? എന്തായാലും അന്വേഷണം തുടരുകയാണ്. ഈ പ്രതികളെ കണ്ടെത്തുവാനുള്ള, അതോടൊപ്പം തന്നെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാകും. അതായത് പൊറോട്ട നൽകാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു സംഘർഷം നടന്നിട്ടുള്ളത്, ഇത്തരത്തിലൊരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. എന്തായാലും അദ്ദേഹം ചികിത്സയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീണ്ടും കടയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. പ്രതികൾക്കായി അന്വേഷണം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. വഞ്ചിയൂർ കോടതിയിൽ വീണ്ടും ബോംബ് ഭീഷണി. 2 മണിക്ക് പൊട്ടുമെന്നാണ് സന്ദേശം. കോടതിയുടെ ഇമെയിലിലേക്കാണ് സന്ദേശം എത്തിയത്. MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ട് നൽകാൻ കോടതി അന്ത്യശാസനം നൽകിയതിനു പിന്നാലെയാണ് നടപടി. ലോകത്തെ തന്നെ വിരലിലെണ്ണാവുന്ന പ്രതിരോധ വിദഗ്ധരിൽ ഒരാളാണ് ഭാരതത്തിന്റെ സ്വന്തം ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന അജിത് ഡോവൽ. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അദ്ദേഹം എന്നും ഭീകരവാദികളുടെയും രാജ്യദ്രോഹികളുടെയും ഉറക്കം കെടുത്തുന്ന വ്യക്തിയാണ്. രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗം മുൻ തലവനായ അജിത് ഡോവൽ കേരള കേഡറിലെ IPS ഉദ്യോഗസ്ഥനായിരുന്നുവെന്നതിൽ മലയാളികൾക്കും അഭിമാനിക്കാം. പാകിസ്ഥാനെ ഇക്കുറി വിറപ്പിച്ചതിലും ഡോവലിന്റെ തന്ത്രങ്ങൾ വിജയം കണ്ടു. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് 2005-ലാണ് ഉത്തരാഖണ്ഡുകാരനായ അജിത് ഡോവൽ വിരമിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ 2014 ഈ മിടുമിടുക്കൻ IPS ഓഫീസറെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചതോടെ ഭീകരവാദികൾക്കും ശത്രു രാജ്യങ്ങൾക്കും അദ്ദേഹം തലവേദനയായി മാറി. അന്നു മുതൽ ഇന്ന് വരെ അജിത് ഡോവൽ ഒരു ജെയിംസ് ബോണ്ടിനെ പോലെ പ്രവർത്തിക്കുന്ന രീതി രാജ്യം തിരിച്ചറിയുകയാണ്. 2014 ജൂണിൽ ഇറാഖിൽ കുടുങ്ങിയ 46 ഭാരതീയ നഴ്സുമാരെ തിരികെ സുരക്ഷിതരായി എത്തിക്കുന്നതിന്റെ ചുമതല നരേന്ദ്രമോദി സർക്കാർ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചത് ഈ മനുഷ്യനെയായിരുന്നു. ഇറാഖിലേക്ക് നേരിട്ടെത്തിയ ഡോവൽ ഇതിനായി നടത്തിയ ദൗത്യം ജൂലൈ 5-ന് ഇവരെ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ എത്തിക്കുന്ന സുവർണ മുഹൂർത്തത്തിലേക്കാണ് പര്യവസാനിച്ചത്. പുൽവാമയിൽ നമ്മുടെ 40 CRPF ജവാന്മാരുടെ വീരമൃത്യുവിന് പകരം ചോദിക്കാനുള്ള ഓപ്പറേഷൻ തയ്യാറാക്കിയ ടീമിലെ പ്രധാനി കൂടിയാണ് അജിത് ഡോവൽ എന്ന് മറന്നുകൂടാ. 2019 രാജ്യം നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ പൂർണ്ണ വിവരം അറിയുന്ന 7 പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാന്റെ വലയിൽ നിന്ന് സുരക്ഷിതനായി തിരികെ എത്തിച്ച പ്രമുഖരിൽ ഒരാളായ ഡോവലിനെ 2019 വീണ്ടും 5 വർഷത്തേക്ക് കൂടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പ്രധാനമന്ത്രി നിയോഗിക്കുകയായിരുന്നു. ഡോവൽ 68-ലാണ് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായി എത്തുന്നത്. 71-ലെ തലശ്ശേരി കലാപം അടിച്ചമർത്താൻ നിയോഗിതനായത് ഇദ്ദേഹമായിരുന്നുവെന്നത് കേരളീയർ മറന്നിട്ടില്ല. സൈനിക കരുനീക്കങ്ങളിൽ അതിവിദഗ്ധനായ ഡോവൽ പാകിസ്ഥാൻ ചതിപ്രയോഗങ്ങൾ പിടിച്ചെടുക്കാൻ 7 വർഷം ഒരു മുസ്ലിം ചാരനായി അവിടെ ജീവിച്ചുവെന്ന് പലരും അറിഞ്ഞിരുന്നില്ല. ഈ 7 കൊല്ലം കൊണ്ട് അദ്ദേഹം ISI നീക്കങ്ങൾ മനസ്സിലാക്കി. അതുമാത്രമല്ല, ഗൂഗിൾ മാപ്പിനേക്കാൾ വേഗത്തിൽ പാകിസ്ഥാനിലെ ഓരോ സ്ഥലങ്ങളും തിരിച്ചറിയാനുള്ള കൂർമ്മതയും ആ അജ്ഞാതവാസകാലത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. 88-ൽ സുവർണക്ഷേത്രം തകർക്കാനുള്ള ഖാലിസ്ഥാൻവാദികളുടെ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കിയതും ഇതേ ജെയിംസ് ബോണ്ട് തന്നെ. തീവ്രവാദികളിൽ ഒരാളായി അവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി പൊട്ടാത്ത ബോംബുകൾ കൈമാറിയ ഡോവലിന്റെ നീക്കങ്ങൾ ഒരുപക്ഷെ ഇന്നേ വരെ ഒരു സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. 41 തീവ്രവാദികളെ വധിക്കാനും 200 പേരെ ജീവനോട് പിടികൂടാനും
ഭാരതത്തിന് കഴിഞ്ഞത് ഡോവലിന്റെ ഈ വേഷപ്പകർച്ച കൊണ്ട് തന്നെ. സൈനിക മേധാവികൾക്ക് മാത്രം ലഭിക്കുന്ന കീർത്തിചക്ര അജിത് ഡോവലിന് 88-ൽ രാജ്യം നൽകിയത് ആ മഹത്തായ ദൗത്യത്തെ മാനിച്ചായിരുന്നു. മിസോറാം നാഷണൽ ഫ്രണ്ട് കലാപം അടിച്ചമർത്താനും ഈ മനുഷ്യൻ കലാപകാരിയുടെ വേഷമണിഞ്ഞിട്ടുണ്ട്. പ്രതിരോധത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരുന്ന നമ്മുടെ സൈന്യത്തിന് വേണ്ടിവന്നാൽ ശത്രുവിന്റെ മടയിൽ കയറി പെരുമാറണമെന്ന പുതുതന്ത്രം ആവിഷ്കരിച്ചു നൽകിയ തന്ത്രജ്ഞന്റെ വൈഭവം രാഷ്ട്രം ഇന്നും തിരിച്ചറിയുന്നുണ്ട്. അതെ, അജിത് ഡോവൽ നമ്മുടെ ജെയിംസ് ബോണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും. ന്യൂസ് ഡെസ്ക് ജനം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്. സെൻസെക്സ് 2500ഓളം പോയിന്റ് ഉയർന്നു. 3.2% വളർച്ചയാണ് ഇന്ന് മാത്രം കൈവരിച്ചത്. നിഫ്റ്റിയും സമാന വളർച്ച രേഖപ്പെടുത്തി. 788 പോയിന്റ് വർധനവാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3.28 നിഫ്റ്റി വളർച്ചാ നിരക്ക്. ഭാരതം പാക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ് വിപണിക്ക് ഊർജ്ജം പകർന്നത്. തുറമുഖം, ഫിനാൻസ് എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരിയിലാണ് വൻ കുതിച്ചുചാട്ടം. ഭാരതത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് മങ്ങലേറ്റിട്ടില്ല എന്നതിന് തെളിവാണ് ഓഹരി വിപണിയിൽ മുന്നേറ്റം. INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി ഫോൺ വിളിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കോഴിക്കോട് എലത്തൂർ സ്വദേശി മുജീബ് റഹ്മാനാണ് അറസ്റ്റിലായത്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്കാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്ന വ്യാജേന ഫോൺ കോൾ എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, ഭാരതം പാക് സംഘർഷത്തിനിടയിൽ വന്ന ഈ ഫോൺ കോളിനെ ഏറെ ഗൗരവതരമായിട്ടാണ് ഉദ്യോഗസ്ഥർ സമീപിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, കോഴിക്കോട് എലത്തൂർ സ്വദേശി മുജീബ് റഹ്മാനെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത്. തോപ്പുംപടി ഹാർബർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കോഴിക്കോട് സ്വദേശിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇയാൾ കഴിഞ്ഞ ദിവസം, അതായത് 9-ാം തീയതിയാണ് ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് ഇത്തരത്തിലൊരു ഫോൺ കോൾ നടത്തിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഘവ് എന്ന പേരിലാണ് ഇയാൾ പരിചയപ്പെടുത്തിയിരുന്നത്. താൻ INS വിക്രാന്തിന്റെ നിലവിലെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു ഇയാൾ ഈ ഫോൺ കോളിൽ ചോദിച്ചിരുന്നത്. തുടർന്ന് സംശയം തോന്നിയ ഉദ്യോഗസ്ഥരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നത്. പോലീസ് 2 ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇയാൾ വിളിച്ച നമ്പറും ഒപ്പം തന്നെ മറ്റൊരു നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഏതായാലും ഇയാളെ മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രോഹിണി, ശരി, കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഷെൽ വർഷവും ഡ്രോൺ ആക്രമണ ഭീതിയും ഒഴിഞ്ഞതോടെ സമാധാനത്തിന്റെ പുലരിയിലേക്കാണ് കശ്മീർ മിഴിതുറന്നത്. ഇന്നലെ രാത്രി ഡ്രോൺ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശ്രീനഗറിലും ജയ്സാൽമീർ ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിലും സ്ഥിതി ശാന്തമാണ്. ദിവസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കും അസ്ഥിരതകൾക്കും ഒടുവിലാണ് സമാധാനത്തിന്റെ പുലരിയിലേക്ക് ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങൾ ഉണർന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർന്നും പ്രകോപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ രാത്രി അതിർത്തി മേഖല തീർത്തും ശാന്തമായിരുന്നു. പാക് ഡ്രോണുകൾ ഒരു രാത്രി മുമ്പ് പറന്നിറങ്ങാൻ ശ്രമിച്ച മേഖലകളിലെല്ലാം ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. സർക്കാരും സൈന്യവും ജാഗ്രതയോടെ അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. വെടിനിർത്തലിന് പിന്നാലെയും അതിർത്തിക്കപ്പുറത്ത് നിന്നും ഡ്രോൺ ആക്രമണം തുടർന്നെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധം ഭേദിക്കാനായിരുന്നില്ല. പ്രകോപനം തുടർന്നാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഭാരതത്തിന്റെ സൈനിക നേതൃത്വം താക്കീത് നൽകിയതോടെയാണ് സ്ഥിതി ശാന്തമായത്. ഡ്രോൺ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇന്നലെ രാത്രി അതിർത്തി ഗ്രാമങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക് ജനം. പാകിസ്ഥാനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കോഴിക്കോട് കക്കോടി പ്രസിഡന്റ് ഷീബ കക്കോടിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ പ്രതിഷേധം കനക്കുന്നു. CPM ഭരിക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ രാജ്യവിരുദ്ധ നിലപാടിനെതിരെ BJP സിറ്റി പോലീസ് കമ്മീഷണർക്കും ചേവായൂർ പോലീസിലും പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി വൈകുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. പാകിസ്ഥാനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട CPM പ്രവർത്തക കൂടിയായ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ കക്കോടിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് വിവിധയിടങ്ങളിൽ നിന്നുയരുന്നത്. ദേശാതിർത്തിക്കപ്പുറമുള്ളവരും മനുഷ്യരാണ്, വിചാരവികാരങ്ങൾ ഉള്ളവരാണ് എന്നതായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും ചേവായൂർ പോലീസിലും BJP പരാതി നൽകിയിരുന്നെങ്കിലും നടപടി വൈകുകയാണെന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം പോസ്റ്റ് വിവാദമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയിരുന്നു. കൂടാതെ തന്റെ പോസ്റ്റ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണ പോസ്റ്റും ഇട്ടിരുന്നു. ജനം, കോഴിക്കോട്. ഭാരതവും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണ സ്വാഗതം ചെയ്ത് പോപ്പ് ലിയോ 14 ചർച്ചകൾ ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ തന്റെ ആദ്യ അഭിസംബോധനയിൽ പരാമർശിച്ചു. ഗാസയിലെ വെടിനിർത്തലിനും ബന്ദിമോചനത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. യുക്രൈനിലെ പ്രശ്നങ്ങളും അദ്ദേഹം പരാമർശിച്ചു. ലോകം മുഴുവൻ ഭാരത സൈന്യത്തിന്റെ വീര്യം തിരിച്ചറിഞ്ഞെന്ന് BJP MP ജഗദംബിക പാൽ. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭീകരർ പാഠം പഠിച്ചു. ഇനി അതിർത്തി കടന്ന് ഭീകരർ ഭാരത മണ്ണിലേക്ക് കടക്കാൻ ഭയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ തുറന്ന യുദ്ധമായി കണക്കാക്കുമെന്ന് പ്രധാനമന്ത്രി താക്കീത് നൽകിയതും അദ്ദേഹം ആവർത്തിച്ചു. देखिए, आज जो हमने किया, पहलगाम की घटना के बाद उन आतंकवादियों को सबक सिखाना था. उनके आकाओं को प्रधानमंत्री ने कहा था कि हम ऐसी सजा करेंगे, इसकी कल्पना नहीं होगी. आज उनके हेडक्वार्टर्स नहीं केवल नेस्तनाबूद हुए, आज मसूद अजहर का भाई, उसका बहनोई, उसकी बहन, उसके वो लोग जो कंधार में खादियान एक्यूज थे, जो जम्मू कश्मीर के तमाम घटनाओं में एक्यूज रहे हों आतंकवाद के, उनको भी मौत के घाट उतार दिया. और जिस तरीके से आतंकवाद पे जीरो टॉलरेंस है, तो इस पे निश्चित तौर से पूरी दुनिया ने हमारी सेना के शौर्य और पराक्रम को देख लिया है. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഫലം കണ്ടു. UK-യിൽ കുടുങ്ങിയ ചാലക്കുടി സ്വദേശിയെ നാട്ടിലെത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിദ്യാർത്ഥി വിസയിലെത്തിയ സൗരവ് സന്തോഷാണ് യാത്രാരേഖകൾ നഷ്ടപ്പെട്ട് UK-യിൽ കുടുങ്ങിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് വ്ളോഡിമിർ സെലൻസ്കി. മെയ് 15 തുർക്കിയിലെ ഇസ്താംബൂളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത്. യുക്രൈൻ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ അറിയിച്ചു. ചർച്ചകൾക്ക് മുൻപ് 30 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന യുക്രൈന്റെ ആവശ്യം റഷ്യ അംഗീകരിച്ചിട്ടില്ല. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് റഷ്യൻ പ്രസിഡന്റ് യുക്രൈനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത്. ഈ മാസം 15 ഇസ്താംബൂളിലായിരിക്കും ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുക. ചർച്ചയിൽ വെടിനിർത്തൽ ധാരണ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന നിലപാടാണ് പുടിൻ അറിയിക്കുന്നത്. നേരത്തെ കരിങ്കടലിലെ യുക്രൈൻ തുറമുഖങ്ങൾ ആക്രമിക്കില്ലെന്ന് റഷ്യ ഉറപ്പു നൽകിയിരുന്നു. യുക്രൈനിലെ വൈദ്യുതോർജ്ജ ഉൽപ്പാദന കേന്ദ്രങ്ങളിലും ആക്രമണമുണ്ടാകില്ലെന്ന വാഗ്ദാനവും നൽകിയിരുന്നു. ഈസ്റ്ററിന് 30 മണിക്കൂറും വിക്ടറി ഡേയോടനുബന്ധിച്ച് 3 ദിവസവും യുക്രൈനിൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. എന്നാൽ 30 ദിവസത്തെ വെടിനിർത്തൽ അടിയന്തരമായി വേണമെന്ന ആവശ്യമാണ് സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ റഷ്യയുടെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പുടിനുമായി സംസാരിക്കാൻ തയ്യാറെന്നും സെലൻസ്കി അറിയിക്കുന്നുണ്ട്. 3 വർഷമായി തുടരുന്ന യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് പല ഘട്ടങ്ങളിലായി റഷ്യ മുന്നോട്ട് വച്ചത്. ചർച്ചകൾക്ക് സെലൻസ്കി തയ്യാറാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു. യുക്രൈൻ റഷ്യ സംഘർഷം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന ശുഭസൂചനയായി അന്താരാഷ്ട്ര നിരീക്ഷകർ നീക്കങ്ങളെ കാണുന്നുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സക്ഷമ കോഴിക്കോട് ജില്ലയുടെ ഭക്തകവി സൂർദാസ് ജയന്തി ആഘോഷം സൂർസാഗർ 2025 ദേശീയ ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ എസ് ഗോവിന്ദരാജ് ഉദ്ഘാടനം ചെയ്തു. ചാലപ്പുറം കേസരി ഭവനിൽ ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷത്തിൽ കലോത്സവം, കുടുംബസംഗമം, പൊതുസമ്മേളനം എന്നിവ നടക്കും. ചടങ്ങിൽ ദിവ്യാംഗയായ PK നഫീസയ്ക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ സമർപ്പിച്ചു. മാതാ അമൃതാനന്ദമയി ആശ്രമ മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി, ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് നടക്കുന്ന സമാപന സഭ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. വിനോദ് കോവൂർ, PP ശ്രീധരൻ ഉണ്ണി തുടങ്ങിയവർ പങ്കെടുക്കും. Understand the culture, the Bharatian culture, literature, right? All practices from the Asian period, from Vedic, Puranic, or wherever you look, they have not discriminated the differently abled. Even they have not distinguished from the normal and abnormal or special to be very polished. There were not any requirement to claim inclusivity on those days. But now we are fighting for our rights. We are
raising our voice towards inclusivity, accessibility, which clearly states those are absent. കൊല്ലം പരവൂരിൽ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സേവാ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം RSS ദക്ഷിണ പ്രാന്ത പ്രചാരക കെ സുദർശൻ നിർവഹിച്ചു. സ്വന്തം സമ്പാദ്യം മുഴുവൻ രാഷ്ട്രനിർമ്മാണത്തിനും സേവാ പ്രവർത്തനങ്ങൾക്കുമായി സമർപ്പിക്കുന്ന മുണ്ടും തലയ്ക്കൽ സോമരാജനാണ് സേവാ കേന്ദ്രത്തിനായുള്ള സ്ഥലവും നൽകിയത്. ത്യാഗവും സമർപ്പണവുമാണ് ഭാരതത്തിന്റെ മുഖമുദ്രയെന്ന് ഉദ്ഘാടന വേളയിൽ എസ് സുദർശൻ പറഞ്ഞു. RSS ദക്ഷിണ പ്രാന്ത വ്യവസ്ഥാ പ്രമുഖ് രാജൻ കരൂർ മുഖ്യപ്രഭാഷണം നടത്തി. ആർ ഗോപാലകൃഷ്ണൻ മുണ്ടും തലയ്ക്കൽ സോമരാജനെ ആദരിച്ചു. RSS ദക്ഷിണ പ്രാന്ത കാര്യകാര്യ സദസ്യൻ വി മുരളീധരൻ നിർമ്മാണ സമിതി പ്രഖ്യാപനം നടത്തി. സേവാഭാരതി പരവൂർ യൂണിറ്റ് പ്രസിഡന്റ് അശോക് കുമാർ PS അധ്യക്ഷത വഹിച്ചു. ദേശീയ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് PS പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ സേവാഭാരതി ജില്ലാ സംഘടനാ സെക്രട്ടറി കെ ഗണേഷ് കുമാർ സംസാരിച്ചു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.